രണ്ട് ക്യാരക്ടേഴ്സാണ്. നമ്മൾ കൂടുതൽ സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ല. രണ്ട് ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിൻ്റെ പറയുന്ന പേരിനനുസരിച്ചുള്ള ഒരു സ്വഭാവമുണ്ട്. പിന്നെ നോർമൽ ക്രൈം ത്രില്ലേഴ്സ് കാണുന്നതിന് ഉപരിയായിട്ട് ഇതിനകത്ത് കുറച്ചും കൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടിനെ പ്രതീക്ഷിക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. അപ്പം ഈ സാധനം ഒന്നെങ്കിൽ കത്തും. കാരണം രണ്ട് മുൻനിര നായകന്മാർ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമോ. പ്രതിനായകൻ നായകൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ മമ്മൂട്ടിയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ തന്നെ സാധനം മമ്മൂട്ടി ഇതിനകത്ത് പ്രതിനായകനാണ്. ആ പ്രതിനായകൻ്റെ കൃത്യമായിട്ടുള്ള മമ്മൂട്ടിയുടെ ലൈഫ് ടൈമിൽ ഇതുപോലൊരു പെർഫോമൻസ് ഒരു സൈക്കോ ക്രൈം ത്രില്ലർ ജേണറിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു സിനിമ സെക്കൻഡ് പാർട്ട് ഞാൻ പ്രതീക്ഷിക്കും. മൂവി ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ഫേസിൽ പോയി കഥയൊക്കെ പറഞ്ഞു വന്ന് അതിനുശേഷം മമ്മൂട്ടിയുടെ ഒരു എൻട്രി സീനൊക്കെ ഭയങ്കര സ്ലോ ഫേസിലാണ് പോകുന്നത്. പക്ഷേ ഒരു ക്യാരക്ടറെ നമ്മൾ ജഡ്ജ് ചെയ്ത് വരും. പിന്നെ നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ് ചെയ്ത സ്റ്റോറിയാണല്ലോ. അപ്പം അവസാനം ആ ജഡ്ജ്മെൻറ്റലിലാണ് ഈ സാധനം എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ എത്രമാത്രം പെർഫോമൻസ് ഇനി വരാൻ പോകുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് എന്തായാലും നമുക്ക് നല്ലൊരു പോയിന്റിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അടിപൊളി പഞ്ചാണ്. നമ്മളത് ഹരം കൊണ്ട സാധനമാണ്. അത്രയും വരെ നമ്മൾ സ്ലോ ഫേസിൽ ക്യാരക്ടറെ നമ്മൾ കൂടുതൽ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് വന്ന് നമ്മൾ ആ ജഡ്ജ്മെൻറ്റൽ തോട്ടങ്ങ് നമ്മൾ മാറ്റി പറയും. അതാണ് ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രോ പറഞ്ഞു വെച്ചേക്കുന്നത്. അടിപൊളിയാണ്, കാണാൻ പറ്റുന്ന അതല്ല നല്ല രീതിയിൽ എടുത്തു വെച്ചു. അടിപൊളിയായിട്ട് എടുത്തു. ഇനി ബാക്കി കട കണ്ടിട്ട് നമുക്ക് ബാക്കി വരാം. കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് വന്നു വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ സിനിമ കണ്ട്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം കളങ്കാവൽ മമ്മൂട്ടി ആൻഡ് വിനായകൻ ഫീച്ചർ ചെയ്ത് ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ ജേണറിലുള്ള ഒരു സിനിമ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ സിനിമയിൽ പോയത്. നമ്മൾ പ്രസ് മീറ്റൊക്കെ കണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. ഇതേപോലെ വിനായകൻ്റെയൊക്കെ കുറേ ട്രെൻഡിങ് ആയതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അതായത് ഫേസ്ബുക്ക് ഫീഡിലൊക്കെ നമ്മളുടെ രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പം കളങ്കാവൽ എന്നുള്ള മൂവി ഈ പറയുന്ന ഹൈപ്പിനനുസരിച്ചോ അല്ലെങ്കിൽ ആ പറയുന്ന ക്രൈം ത്രില്ലർ ജനറൽ എങ്ങനെ അത് പെർഫോം ചെയ്യുമെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ തിയേറ്ററിൽ നമ്മൾ ചെയ്ത കുറച്ച് റിവ്യൂസ്, സിനിമയുടെ റിവ്യൂസ് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ടോപ്പ് നോച്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ കുറച്ച് ഡെപ്ത് കുറഞ്ഞ രീതിയിലൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ മമ്മൂട്ടി എന്നൊരു ആക്ടറിൻ്റെ ഒരു ഡെപ്ത്, ആ ഒരു കൊടുത്ത ക്യാരക്ടറിൽ ഉണ്ടാക്കിയ ചേഞ്ച്, അല്ലെങ്കിൽ അതിൽ ഒരു കുറേയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇൻ്റർവെൽ ബ്രേക്ക് ഓഫ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻട്രോ നമ്മൾ കാണുന്നത്. മമ്മൂട്ടി എന്നുള്ള നായകനായിട്ടല്ല, ഒരു പ്രതിനായകൻ്റെ രൂപത്തിൽ നമ്മൾ കാണുന്നു. ഫസ്റ്റ് ഫേസിൽ നമ്മൾ വിനായകൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ നമ്മൾ കുറച്ച് ഗ്രാഫ് കുറഞ്ഞിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ മമ്മൂട്ടി എന്നുള്ളൊരു ക്യാരക്ടറുമായിട്ട്, മമ്മൂട്ടി ചെയ്ത പ്രതിനായകൻ്റെ ക്യാരക്ടറുമായിട്ട് വളരെയധികം കോമ്പറ്റീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ വിനായകൻ എന്നുള്ള ക്യാരക്ടർ, വിനായകൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ വളരെയധികം ഡെപ്തിലോട്ട് പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു സാധനം ഒരു യുവ ഡയറക്ടേഴ്സിൻ്റെ പുതിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർ മാക്സിമം അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കൽ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോ ത്രില്ലേഴ്സിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഒരു മുൻപടിയുണ്ട്. നമ്മൾ ഇപ്പോൾ അയ്യപ്പനും കോശിയാണെങ്കിലും ഡബിൾ റോളിൽ രണ്ട് മുൻനിര നായകന്മാർ ഓപ്പോസിറ്റ് വരുമ്പോൾ വരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഒരു ഇമ്പാക്റ്റിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ഡയറക്ടറിന് ഒരു യുവ ഡയറക്ടേഴ്സാണ്. അപ്പോൾ അവരുടേതായ എല്ലാ എഫേർട്ടും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സാധനം നമ്മുടെ മനുഷ്യ ഒരു സൈക്കോളജി, അത് ആ സൈക്കോളജി അനുസരിച്ചിട്ട് കുറച്ച് എലമെന്റ്സ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞ് സ്പോയിലാക്കേണ്ട ഒരു കാര്യം കട്ടക്ക് നിൽക്കാനുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടിനുള്ള സാധനമാണ് തോന്നുന്നു. ഉണ്ട് സാധനം ഒരു ക്രൈം ത്രില്ലർ തന്നെ കുറച്ചും കൂടെ ഡെപ്തിൽ സാധനം കിട്ടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ബേസിൽ പോയി കഥകൾ ഒരു ക്യാരക്ടറിൽ ഒരു ഡെപ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മളൊക്കെ കുറേ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകൾ ഇതിനകത്ത് ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ആ ട്വിസ്റ്റിനകത്ത് ഒരു തരത്തിൽ നമുക്ക് കിട്ടും. ഇതിനപ്പുറം ഒരു സാധനം വരുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കും, അത് തരികയും ചെയ്യും. മൂവി അടിപൊളിയായിട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ക്യാരക്ടർ ജഡ്ജ്മെൻ്റൽ എന്നുള്ള സ്കീമിലാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ എടുത്തു വെച്ചത്. നമ്മൾ ഫസ്റ്റ് ഹാഫ് കണ്ടിട്ടേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ നമുക്ക് അറിയണമെങ്കിൽ സെക്കൻഡ് ഹാഫും കൂടെ കണ്ടു കഴിഞ്ഞാൽ വിനായകൻ്റെയും മമ്മൂട്ടിയുടെയും ലെവൽ പരിപാടിയാണോ നമുക്കൊന്ന് അറിയണം. മമ്മൂട്ടിയുടെ കുറേ ആൾക്ക് ശേഷമുള്ള നല്ലൊരു പടം. മമ്മൂട്ടിയുടെ കമ്പാക്ക് തന്നെ കിടിലൻ പടം. പടം നല്ല കുറച്ചാൾ കൂടെ എന്തായാലും സെക്കൻഡിൽ നമുക്ക് കുറച്ചും കൂടെ പ്രതീക്ഷയുള്ള കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലാണ് നമ്മുടെ ഫുൾ ഡെപ്തിലോട്ട് ആ സ്റ്റോറി പോകുന്നത്. വിനായകൻ ഇഷ്ടപ്പെട്ടു.